കളിയും കലയും മനുഷ്യൻ്റെ രണ്ട് ധാർമ്മിക ആവശ്യങ്ങളാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചത് യവന തത്വചിന്തകരായിരുന്ന പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമാണ്. കളികൾ വ്യായാമത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും മാത്രമല്ല സഹായകമായി തീരുക. കലയുടെ കാര്യവും അങ്ങനെയാണ്. ഇത് രണ്ടും സാമൂഹ്യവൽക്കരണത്തിന് ഏറെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. സംഘം ചേരാനും പരസ്പരം അറിയാനും തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനും ആരോഗ്യകരമായ മത്സരക്ഷമത വർദ്ധിപ്പിക്കുവാനുമൊക്കെ ഇത് രണ്ടും ഉപകരിക്കുന്നു. കളികൾക്ക് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇത്രയും വലിയ പ്രാധാന്യമുണ്ടാകാനുള്ള കാരണം മറ്റൊന്നല്ല. ഒളിമ്പിക്സ് പോലെയുള്ള മത്സരങ്ങൾ ലോകത്തെ ഒന്നിപ്പിക്കുകയാണ്. ലോകം മുഴുവൻ ഒരു കായിക ഗ്രാമമായിട്ട് ചുരുങ്ങുന്നതായി നമ്മൾ ഒളിമ്പിക്സ് കാലത്ത് വാർത്തകളിൽ നിന്നറിയുന്നു. ടെലിവിഷൻ്റെയും മറ്റ് സാമൂഹിക മാധ്യമങ്ങളുടെയും വികാസത്തിൻ്റെ ഭാഗമായി സമീപകാലത്ത് കളികൾക്ക് വലിയ പ്രോത്സാഹനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, കളികൾ വലിയൊരു ബിസിനസ്സായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് അടുത്ത കാലത്ത് സമാപിച്ച IPL ക്രിക്കറ്റ് മത്സരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കപ്പ് നേടുന്നത്. വിരാട് കോഹ്ലി വലിയ കളിക്കാരനാണെങ്കിലും അദ്ദേഹത്തിന് പല വിജയങ്ങളും ഇതിനോടകം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും IPL നേടാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷമായിട്ടാണ് ഈ വിജയത്തെ അവർ കൊണ്ടാടിയത്. ടീം അംഗങ്ങൾക്ക് കർണാടക മുഖ്യമന്ത്രി വലിയ സ്വീകരണമാണ് നൽകിയത്. ആ സ്വീകരണത്തിന് ശേഷം വമ്പിച്ച പൊതുസ്വീകരണം ഒരുക്കിയിരുന്നു. അത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. സ്റ്റേഡിയത്തിന് ഏതാണ്ട് 40,000 ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയാണുള്ളത്. IPLൻ്റെ ബിസിനസ് താൽപ്പര്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളും പ്രചരണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ ക്രിക്കറ്റ് പ്രേമികളാണ് അവിടെ തടിച്ചുകൂടിയത്. അവരെ നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിച്ചില്ല. പോലീസിൻ്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. മാധ്യമങ്ങൾ അപകട സാധ്യത ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് രണ്ടും അവഗണിച്ചാണ് വലിയ ഒരു ജനസഞ്ചയം അവിടെ എത്തിയത്. തിക്കിലും തിരക്കിലും പെട്ട് 11 പേര് മരിച്ചു. 47 പേർക്ക് പരിക്ക് പറ്റി. ചിലരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ആഹ്ലാദ ആരവങ്ങൾ പെട്ടെന്നാണ് സങ്കടക്കടലായി മാറിയത്. ഇത്തരത്തിലുള്ള ആൾക്കൂട്ട മരണങ്ങൾ ലോകത്തിലെ പലയിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ത്യയിൽ അത് അടുക്കൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ നിയമങ്ങളില്ലാഞ്ഞിട്ടല്ല, നിയന്ത്രിക്കാൻ സംവിധാനങ്ങളില്ലാത്തതുകൊണ്ടുമല്ല. ഇന്ത്യയുടെ ഒരു പ്രത്യേകത നിയമങ്ങൾ പാലിക്കുവാൻ ജനങ്ങൾ പൊതുവെ വിമുഖത കാണിക്കുന്നുവെന്നുള്ളതാണ്. നിയമനിർമ്മാതാക്കൾ തന്നെ അത് കർശനമായി പാലിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുന്നുമില്ല. 2025 ആരംഭത്തിൽ മഹാകുംഭമേളയിൽ 30 പേരാണ് മരിച്ചത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നു ചേർന്നത്. ബാംഗ്ലൂരിലേതുപോലെയുള്ള കായിക ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ആൾക്കാരാണ് മതപരമായ ചടങ്ങുകളിൽ വന്നെത്തുക. ഒരുപക്ഷെ അവരെ നിയന്ത്രിക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ഏത് തരത്തിലുള്ള നിയന്ത്രണവും വിമർശിക്കപ്പെടും. അത് മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കപ്പെടും. 1990 മെക്ക ടണൽ ദുരന്തത്തിൽ മരിച്ചത് 1446 പേരാണ്. 2015 മിന സ്റ്റാമ്പീഡിൽ 2400 പേർക്ക് ജീവഹാനി സംഭവിച്ചു എന്നാണ് കണക്ക്.
ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ആൾക്കൂട്ട മരണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ബാംഗ്ലൂരിൽ സംഭവിച്ച മരണത്തിന് ന്യായീകരണമല്ല. ഇക്കാര്യത്തിൽ കർണാടക സർക്കാരും IPLൻ്റെ നടത്തിപ്പുകാരും കർണാടക ക്രിക്കറ്റ് ബോർഡും ഉത്തരവാദികളാണ് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ്. ഈ സംഭവത്തെക്കുറിച്ചുള്ള മറ്റൊരാക്ഷേപം, പുറത്ത് തിക്കും തിരക്കും മരണവും സംഭവിച്ച ആ സമയത്ത് തന്നെ സ്റ്റേഡിയത്തിനുള്ളിൽ വലിയ ആഘോഷങ്ങൾ തുടർന്നു എന്നുള്ളതാണ്. വലിയ ആൾക്കൂട്ടം എപ്പോഴും അപകട സാധ്യതയുള്ളതാണ്. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ആൾക്കൂട്ടത്തിൽ പെടുന്നവർ അപകടത്തിൽപ്പെടാതിരിക്കാൻ വിദഗ്ധർ നൽകുന്ന നിർദ്ദേശങ്ങൾ വളരെ സ്വീകാര്യമാണ്. ഇനി തിക്കിലും തിരക്കിലും പെട്ട് വീണുവെന്നിരിക്കട്ടെ, ഉടനെ ശ്രമിക്കേണ്ടത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ശ്വാസകോശത്തിന് പരിക്കേൽക്കരുത്. 2, തലയ്ക്ക് ക്ഷതമേൽക്കരുത്. ഇത് രണ്ടും സാധിക്കാൻ വേണ്ടി ചുരുണ്ടുകൂടി കിടക്കുവാനാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. അപകടത്തിൽ ചെന്നുപെട്ടിട്ട് സുരക്ഷിതത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ആലോചിക്കുന്നതാണ്.